അങ്ങനെ 16ാമത്തെ നയപ്രഖ്യാപനം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 9 മണിക്ക് തന്നെ നിയമസഭയിൽ അത് ആരംഭിച്ചു. ഇപ്പോൾ 10-20 മിനിറ്റ് നേരം അത് കേട്ടു. ഇനിയിപ്പോൾ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷേ അതിലേറ്റവും സന്തോഷം തോന്നിയ ചില വാക്കുകൾ ഗവർണറുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ പുതിയ ഗവൺമെൻറ് വി.ഡി. സതീശൻ നയിക്കുന്ന, മുഖ്യമന്ത്രിയായി നയിക്കുന്ന ടീം UDF വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലൊരു പുതിയ യാത്ര നടത്തിയിരുന്നു, കാസർഗോഡ് തിരുവനന്തപുരം വരെ. അതിലവർ ഒരുപാട് മുദ്രാവാക്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 പരിപാടിയൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ, വയോജന വകുപ്പ് ഉണ്ടാക്കുക, ആശാ വർക്കേഴ്സിന് പൈസ കൊടുക്കുക, 25 ലക്ഷത്തിന് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, അങ്ങനെ തുടങ്ങിയ ചില വെൽഫെയർ മെഷേഴ്സ് അതിനകത്ത് പറഞ്ഞിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC, ഇങ്ങനെ കുറേ വെൽഫെയർ മെഷേഴ്സ് പറഞ്ഞിരുന്നു. അതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാനത്ത് പറയാതിരുന്ന, കേൾക്കാതിരുന്ന 2 പദമാണ്. ഒന്ന് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലിയും ക്ലൈമാറ്റ് ചേഞ്ച് റെസിലിയൻസ്. ഇങ്ങനെ 2 വാക്കേ സർക്കാരിൻ്റെ ഡിക്ഷണറിയിലില്ലായിരുന്നു. എങ്ങനെയും വികസനം 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 വികസനം, പണം, അധികാരം, അഴിമതി, വികസനം, എങ്ങനെയും വികസനം കൊണ്ടുവരിക. അത് റോഡാവട്ടെ, കേരളയിലാകട്ടെ, തുരങ്കപാതയാകട്ടെ, പിന്നെ അണ്ടർഗ്രൗണ്ട് പ്ലാന്റാകട്ടെ, ആകാശപാതയാകട്ടെ, എങ്ങനെയും മുച്ചൂട് മുടിച്ചുകൊണ്ടുള്ള വികസനം വേണം എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് 10 വർഷക്കാലം ചെയ്തത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പ്രവർത്തകരെയൊക്കെ വികസന വിദ്രോഹികളെന്ന് വിളിച്ചിരുന്നു. പരിസ്ഥിതിക്കൊന്നും ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗവർണറുടെ പ്രസംഗത്തിൻ്റെ 15 മിനിറ്റിനകത്ത് തന്നെ 4 സ്ഥലങ്ങളിൽ പരിസ്ഥിതി സൗഹൃദമായ ഒരു വികസനത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നു. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു, സുസ്ഥിര വികസനത്തെക്കുറിച്ച് പറയുന്നു. പ്രകൃതിയും പരിസ്ഥിതിയും വികസനവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു റിയാലിറ്റിയാണ്, ഒരു ചലഞ്ചാണെന്ന് സമ്മതിക്കുന്നു ഗവൺമെൻറ്. ഇത് വലിയൊരു മാറ്റമാണ്. വെൽഫെയർ മെഷേഴ്സ് കൊണ്ടുവരുമെന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും എല്ലാ ഗവൺമെൻറ്റും പറയുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുമെന്ന് പറയുന്നു. ട്രാൻസ്പെറൻസി കൊണ്ടുവരുമെന്ന് പറയുന്നു. അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുമെന്ന് പറയുന്നു. പുതിയൊരു വികസന സംസ്കാരം കൊണ്ടുവരുമെന്ന് പറയുന്നു. പുതിയൊരു ഗവേണൻസും ഗുഡ് ഗവേണൻസും കൊണ്ടുവരുമെന്ന് പറയുന്നു. വലിയ പ്രതീക്ഷയാണ് അപ്പോൾ നയപ്രഖ്യാപനം. ഈ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടായി വരണം. അതിന് 2 കാര്യങ്ങളിലൂടെ സംഭവിക്കണം. ഒന്ന്, പൊളിറ്റിക്കൽ സിസ്റ്റം അതിനനുസരിച്ച് ഉണരണം. അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റമാണ് വളരെ പ്രധാനം. എത്ര സുന്ദരമായ, നയനമനോഹരമായ, മധുരമനോജ്ഞമായ പദ്ധതികൾ വിഭാവനം ചെയ്താലും അത് ഗ്രാമത്തിലെത്തുമ്പോൾ, അവസാനത്തെ ആളിലെത്തുമ്പോൾ, അന്ത്യോദയമാകുമ്പോൾ, അന്ത്യോദയത്തിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ അത് പൊളിഞ്ഞ് രാജീവ് ഗാന്ധി ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ അദ്ദേഹവും ഇടപെടുന്നു. നരസിംഹറാവുവിന് പങ്കുണ്ട്, ഇദ്ദേഹത്തിനും പങ്കുണ്ട്. രാജീവ് ഗാന്ധി പറഞ്ഞത് 100 രൂപ ഡൽഹിയിൽ നിന്ന് അനുവദിച്ചാൽ അത് ഗ്രാമത്തിലെത്തുമ്പോൾ 10 രൂപയാകും. 90 രൂപയും ഇടനിലക്കാർ കൊണ്ടുപോകും. ശമ്പള ഇനത്തിൽ, അഴിമതി ഇനത്തിൽ, സ്വജനപക്ഷപാതത്തിൻ്റെ ഇനത്തിൽ, കമ്മീഷൻ ഇനത്തിൽ, എല്ലാ രൂപത്തിലും 90 രൂപയും പോകും. 10 രൂപയെ താഴെ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തി 100 രൂപയും താഴെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുകയും ഈ അഴിമതിയും ചോർച്ചയും തടയാൻ പറ്റുകയും ചെയ്യുമെന്നുള്ള ഒരു ഗ്രാമസ്വരാജ് സങ്കല്പത്തിലൂടെയാണ് പഞ്ചായത്ത് രാജിനെ ശക്തിപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി വന്നത്. പക്ഷേ അതൊക്കെ എത്ര കണ്ട് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യണം. അത് വേറെ വിഷയമാണ്, മറ്റൊരു പ്രധാന വിഷയമാണ്. എന്തായാലും ഗവർണറുടെ മനോഹരമായ പ്രസംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ വാക്കുകളിലെ സൂചനകൾ തന്നെ നെഹ്റുവിൻ്റെ കോട്ടോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ പറയുന്നു, വർക്ക് ടുഗദർ വളരെ പ്രധാനമാണ്. സിംഗിളായി ഒരു അത്ഭുതവും സൃഷ്ടിക്കാനില്ല. എന്നാൽ സിംഗിളായിട്ടുള്ള നേതൃത്വത്തിന് കുറേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. സിംഗിൾ നേതൃത്വം എന്ന് പറയും. ഇപ്പോൾ വളരെ ഭാവനാപൂർണമായ ഒരു മന്ത്രി വന്നാൽ, ഭാവനാപൂർണമായ ഒരു രാജാവ് ഉണ്ടായാൽ ഒരുപാട് കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രാക്ടിക്കലായി വരണമെങ്കിൽ വർക്ക് ടുഗദർ തന്നെ ആയിരിക്കണം, കൂട്ടായ്മയിൽ തന്നെ. അപ്പോൾ ക്യാപ്റ്റൻ ലീഡറുടെ ജോലി ഒറ്റയ്ക്ക് കേക്കടിക്കുക, മറ്റാരുണ്ട് ഞാനല്ലാതെ എന്ന് ചോദിച്ച് ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ നടന്നാൽ ഗോൾ പോസ്റ്റിനകത്ത് ആളില്ലെങ്കിലേ അടിക്കാൻ പറ്റൂ. അവിടെ ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ ഗോൾ അടിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഒരു ടീം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ.
ആ ടീം ബിൽഡ് ചെയ്യുമോ എന്നുള്ളതാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വി ഡി സതീശൻ എറണാകുളത്ത് നടത്തിയ പ്രസ്താവനയിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, സംസ്ഥാനത്ത് അകത്തെയും പുറത്തെയും രാജ്യത്തിനകത്തെയും പുറത്തെയുമുള്ള എല്ലാ എക്സ്പെർട്ടുകളെയും പ്രഗത്ഭരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു ഗവൺമെന്റ് എന്ന്, അല്ലെങ്കിൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതായിരിക്കും ഗവൺമെന്റ് എന്ന്. ആ ഒരു ചിന്തയും ആ പറഞ്ഞ പുതിയ യാത്രയിലും പിന്നെ മുഖ്യമന്ത്രിയായ ശേഷവും വി ഡി സതീശൻ നടത്തിയ ആ ഒരു ചർച്ചയും അല്ലെങ്കിൽ അഭിപ്രായവും ഗവർണർ പറയുന്ന കാര്യവും തമ്മിൽ കൂട്ടിയോജിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ തെരുവിലോ അല്ലെങ്കിൽ പുറത്തോ പറഞ്ഞതല്ല ഗവൺമെന്റ്. അത് കൃത്യമായി നയത്തിൽ വരുന്നു, ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ അത് വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പരിസ്ഥിതിക്കും കാലാവസ്ഥ മാനത്തിനും മാറ്റത്തിനും എതിരെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ഗവൺമെന്റിൽ ഒരു സേ കിട്ടുന്നു എന്ന് പറയുന്നത്, നയപ്രഖ്യാപനത്തിലൊക്കെ ഒരു സേ കിട്ടുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷമായി പരിസ്ഥിതി, കാലാവസ്ഥ മാറ്റം, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദുരന്തം എന്ന് പറയുന്നതല്ലാതെ ദുരന്ത പരിപാലന രംഗത്തുമൊക്കെ നമ്മൾ ബിഗ് സീറോ ആയിരുന്നു. അവിടെ നിന്ന് മാറി ഇത് വളരെ കൃത്യമായ ഒരു രീതിയിലേക്ക് പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എന്തായാലും ബാക്കി നയപ്രഖ്യാപനത്തിലെ പുതിയ കാര്യങ്ങളെല്ലാം ഇന്ന് കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരും. നമുക്ക് അതിനെ സംബന്ധിച്ച് നാളെ വിശദമായി നമുക്ക് സംസാരിക്കാം. എന്തായാലും തുടക്കം മനോഹരമായിരിക്കുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകളാണ് രാജേന്ദ്ര ആർലേക്കർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പരിസ്ഥിതിയെയും വികസനത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന സുസ്ഥിര വികസനവും കൃത്യമായ പരിസ്ഥിതി സൗഹൃദമായ ഒരു കേരളവും വരുമെന്ന് തന്നെ